Dear students, welcome to 101.5 FM ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. Dear students, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, ലെറ്റ് us start. Radio teacher, radio teacher. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. കണ്ണൂർ ആകാശവാണി അവതരിപ്പിക്കുന്ന റേഡിയോ ടീച്ചർ പ്രശ്നോത്തരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വത്സലൻ. ഇരിക്കൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനാണ്. ഇന്നത്തെ പ്രശ്നോത്തരിയിൽ പങ്കെടുക്കുന്ന ടീമുകളെ പരിചയപ്പെടാം. ആദ്യം ടീം എ. എൻ്റെ പേര് മുഹമ്മദ് റിഷാൽ. എൻ്റെ പേര് നജ ഫാത്തിമ. ഞങ്ങൾ സിറ്റി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. നെക്സ്റ്റ് ടീം ബി. എൻ്റെ പേര് ശ്രീയുക്താർ ഹേമന്ത്. എൻ്റെ പേര് രോഹിജ സുനിൽ. ഞങ്ങൾ GHSS കണ്ണാടിപ്പറമ്പയിൽ നിന്നും വരുന്നു. അടുത്തതായി ടീം സി. എൻ്റെ പേര് നിവേദ്യ AC. എൻ്റെ പേര് നിരഞ്ജന കെ. ഞങ്ങൾ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ഡി. എൻ്റെ പേര് ആര്യനന്ദ. എൻ്റെ പേര് ശ്രീഹരണിയസ്. ഞങ്ങൾ GHS പള്ളിക്കൽ നിന്ന് വരുന്നു. ടീം ഇ. എൻ്റെ പേര് നിവേദ്യ KV. എൻ്റെ പേര് സന ബാബു. ഞങ്ങൾ ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ഇന്നത്തെ പ്രശ്നോത്തരി 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ജിയോഗ്രഫി ഭാഗത്തു നിന്നുള്ള 5, 9, 10 യൂണിറ്റുകളായ പൊതുചെലവും പൊതുവരുമാനവും ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും എന്നീ ചാപ്റ്ററുകളിൽ നിന്നാണ് പ്രധാനമായും ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം പ്രധാനമായിട്ടും ജിയോഗ്രഫി ഭാഗത്തു നിന്നും വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രശ്നോത്തരി 1 വേർഡ് ടൈപ്പ്, ഷോർട്ട് ആൻസർ ടൈപ്പ്, എസ്സേ ടൈപ്പ് എന്നിങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ റൗണ്ടിൽ 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കറക്റ്റ് ആൻസർ പറയുന്നവർക്ക് 3 മാർക്കും, നിങ്ങൾക്ക് ഉത്തരം അറിയുന്നില്ല എങ്കിൽ അടുത്ത ടീമിലേക്ക് പാസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പാസ് ചെയ്ത് കിട്ടുന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ 2 മാർക്കും കിട്ടും. അതിനുശേഷം തൊട്ടടുത്ത ടീമിലേക്ക് പാസ് ചെയ്യുന്നതല്ല. റേഡിയോ ടീച്ചർ പ്രശ്നോത്തരിയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. വാട്ട് ഈസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ? പൊതുചെലവ് എന്നാൽ എന്ത്? The expenditure incurred by the government is known as public expenditure. വെരി ഗുഡ്, ആൻസർ കറക്റ്റ് ആണ്. ടീം എക്ക് 3 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ദി ഇൻകം ഓഫ് ഇൻഡിവിജ്വൽസ്? വ്യക്തികളുടെ വരുമാനത്തിന് മേൽ ചുമത്തുന്ന നികുതി ഏതാണ്? വ്യക്തിഗത ആദായ നികുതി. വ്യക്തിഗത ആദായ നികുതി കറക്റ്റ് ആൻസർ. ടീം ബിക്ക് 3 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം സിയോടാണ്. വാട്ട് ഈസ് പബ്ലിക് ഡെപ്റ്റ്? പൊതുകടം എന്നാൽ എന്ത്? സർക്കാരിന്റെ കടമാണ് പൊതുകടം. ടീം സി പറഞ്ഞ ഉത്തരം ശരിയാണ്. സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് പൊതുകടം. വെരി ഗുഡ്. ടീം സിക്ക് 3 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. വാട്ട് ഈസ് പബ്ലിക് റവന്യൂ? പൊതുവരുമാനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? The public income incurred by the government is known as the public revenue. ടീം ഡി പറഞ്ഞ ഉത്തരം കറക്റ്റാണ്. ഇൻകം ഓഫ് ദ ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ വരുമാനമാണ് പൊതുവരുമാനം എന്നറിയപ്പെടുന്നത്. നികുതി വരുമാനം, നികുതിയേതര വരുമാനം എന്നിങ്ങനെ പ്രധാനമായും 2 സ്രോതസ്സുകളിൽ നിന്നാണ് സർക്കാർ വരുമാനം കണ്ടെത്തുന്നത്. ടീം ഡിക്ക് 3 മാർക്ക്. അടുത്ത ചോദ്യം
ടീം ഇയോടാണ്. വിച്ച് ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ദി നെറ്റ് ഇൻകം ഓർ പ്രോഫിറ്റ് ഓഫ് ദി കമ്പനീസ്? കമ്പനികളുടെ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതി ഏതാണ്? കോർപ്പറേറ്റ് നികുതി. വെരി ഗുഡ്. കോർപ്പറേറ്റ് നികുതി, കോർപ്പറേറ്റ് ടാക്സ്. ടീം ഇക്ക് 3 മാർക്ക്. നെക്സ്റ്റ് ചോദ്യം ടീം ഇയോട് തന്നെയാണ്. ഹു എൻഷേഴ്സ് ദ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് സ്റ്റാൻഡേർഡ്സ്? അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്ന സ്ഥാപനം ഏത്? ലീഗൽ മെട്രോളജി വകുപ്പ്. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ്. ഉത്തരം ശരിയാണ്. ടീം ഇക്ക് 3 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഡിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഹു ഗിവ്സ് വെർഡിക്റ്റ് ഓൺ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് വെർ ക്ലെയിംഡ് കോമ്പൻസേഷൻ ഈസ് ₹20 lakhs to 1 crore? 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 1 കോടി വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ആര്? പാസ്. ടീം ഡി ചോദ്യം പാസ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. വെരി ഗുഡ്. ടീം സി പറഞ്ഞ ഉത്തരം സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ശരിയാണ്. ടീം സിക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം സിയോടാണ്. ഹു എൻഷേഴ്സ് ദി ക്വാളിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് അറ്റ് വേരിയസ് സ്റ്റേജസ് ലൈക്ക് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റോറേജ്, സെയിൽ ആൻഡ് ഇമ്പോർട്ട്? ഉൽപാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന വകുപ്പ് ഏത്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഉത്തരം കറക്റ്റാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ടീം സിക്ക് 3 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. വാട്ട് ഈസ് ദ സിംഗിൾ ടേം യൂസ്ഡ് ഫോർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ വാണ്ട്സ് യൂസിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്? മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെ എന്ത് വിളിക്കുന്നു? ഉപഭോഗം. ഉപഭോഗം, കൺസംഷൻ. ആൻസർ കറക്റ്റാണ്. ടീം ബിക്ക് 3 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ദി ക്വാളിറ്റി ജനറേറ്റഡ് ബൈ വിച്ച് പ്രോഡക്ട്സ് ആർ മാർക്ക്ഡ് ആസ് അക്മാർക്ക്? ഏത് ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് അക്മാർക്ക് എന്നറിയപ്പെടുന്ന ചിഹ്നം ഉപയോഗിക്കുന്നത്? ഫോറസ്റ്റ് ആൻഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്. വെരി ഗുഡ്. ആൻസർ കറക്റ്റാണ്. ടീം എക്ക് 3 മാർക്ക്. ഈ പ്രശ്നോത്തരിയുടെ 1ാമത്തെ റൗണ്ട് പൂർത്തിയായപ്പോൾ ഓരോ ടീമിനും കിട്ടിയ പോയിന്റ് നില നമുക്ക് പരിശോധിക്കാം. ടീം എ 6 പോയിന്റ്, ടീം ബി 6 പോയിന്റ്, ടീം സി 8 പോയിന്റ്, ടീം ഡി 3 പോയിന്റ്, ടീം ഇ 6 പോയിന്റ്. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. ഇനി നമുക്ക് 2ാം റൗണ്ടിലേക്ക് കടക്കാം. ഇതിലും 1 വേർഡ് ടൈപ്പ് ചോദ്യം തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ 3 മാർക്കും, കിട്ടിയിട്ടില്ല എങ്കിൽ അടുത്ത ടീമിലേക്ക് പാസ് ചെയ്യാം. പാസ് ചെയ്ത് ചോദ്യത്തിന് ഉത്തരം പറയുന്ന ടീമിന് 2 മാർക്കും ലഭിക്കും. ആദ്യ ചോദ്യം ടീം എയോടാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ബാങ്ക്സ് ദാറ്റ് ആർ ഫുള്ളി ഓൺഡ് ബൈ ദി ഗവൺമെന്റ്? പൂർണ്ണമായും സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളെ എന്ത് പേര് വിളിക്കാം? പബ്ലിക് സെക്ടർ ബാങ്ക്. ആൻസർ കറക്റ്റ് ആണ്. ടീം എക്ക് 3 മാർക്ക്. 2ാം റൗണ്ടിലെ 2ാമത്തെ ചോദ്യം ടീം ബിയോടാണ്. വിച്ച് ഈസ് ദ ബാങ്കിങ് സിസ്റ്റം ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ ദ ബാങ്ക് കസ്റ്റമേഴ്സ് ടു കീപ് ദെയർ അസറ്റ്സ് സേഫ്? വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ വിലപിടിപ്പുള്ള വസ്തുവകകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനം ഏതാണ്? സ്ഥിര നിക്ഷേപം. സോറി, ഉത്തരം തെറ്റാണ്. നെക്സ്റ്റ് ടീമിലേക്ക് പാസ് ചെയ്യാം. ടീം സി ലോക്കർ സൗകര്യം. വെരി ഗുഡ്. ആൻസർ ശരിയാണ്. ലോക്കർ സൗകര്യം. ടീം സിക്ക് പാസ് ചെയ്ത് കിട്ടിയ ഉത്തരമായതുകൊണ്ട് തന്നെ 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം സിയോടാണ്. നെയിം ദ ടൈപ്പ് ഓഫ് ലോൺ ഗിവൺ ബൈ ബാങ്ക്സ് ബൈ വിച്ച് എ കസ്റ്റമർ ക്യാൻ വിഡ്രോ മണി ഓവർ ആൻഡ് എബോവ് ദി ബാലൻസ് ഇൻ ഹിസ് ഹെർ അക്കൗണ്ട്? വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കുന്നതിനുള്ള അവസരം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓവർ ഡ്രാഫ്റ്റ്. ഉത്തരം ശരിയാണ്. ഓവർ ഡ്രാഫ്റ്റ്. ടീം സിക്ക് 3 മാർക്ക്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഡിയോടാണ്. വിച്ച് ഡെപ്പോസിറ്റ്സ് ആർ ഐഡിയൽ ഫോർ ഡെപ്പോസിറ്റിംഗ് മണി ഇൻ ബാങ്ക്സ് ബൈ ഇൻഡിവിജ്വൽസ് ഹു ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം? വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം നിക്ഷേപിക്കാൻ സാധ്യമാകുന്ന നിക്ഷേപം ഏത്? പാസ്. ടീം ഡി ചോദ്യം ടീം ഇയിലേക്ക് പാസ് ചെയ്തിരിക്കുകയാണ്. സ്ഥിര നിക്ഷേപം. വെരി ഗുഡ്, കറക്റ്റ് ആണ്. സ്ഥിര നിക്ഷേപം, ഫിക്സഡ് ഡെപ്പോസിറ്റ്. ടീം ഇക്ക് പാസ് ചെയ്ത ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞതുകൊണ്ട് 2 മാർക്ക്. ഇനി ചോദ്യം ടീം ഇയോടാണ്. നെയിം ദ ഫെസിലിറ്റി വിച്ച് പ്രൊവൈഡ് ദ ബാങ്ക്സ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ് ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തൗട്ട് കീപ്പിംഗ് ലിക്വിഡ് മണി വിത്ത് ഹിം. പണം കയ്യിൽ സൂക്ഷിക്കാതെയും അക്കൗണ്ടിൽ പണമില്ലാതെയും സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ ബാങ്കുകൾ സഹായിക്കുന്ന സംവിധാനം ഏതാണ്? ക്രെഡിറ്റ് കാർഡ്. കറക്റ്റ് ആണ്, ക്രെഡിറ്റ് കാർഡ്. ടീം ഇക്ക് 3 മാർക്ക്. ചോദ്യം വീണ്ടും ടീം ഇയോട് തന്നെയാണ്. വിച്ച് ഈസ് നോൺ ആസ് ദി സെക്കൻഡ് ഫേസ് ഇൻ ദി ഗ്രോത്ത് ഓഫ് ബാങ്കിങ് സെക്ടർ? ബാങ്കിങ് മേഖലയുടെ വളർച്ചയിലെ 2ാം ഘട്ടം ഏതാണ്? പ്രധാനമായിട്ടും 3 ഘട്ടമാണുള്ളത്. അതിൽ 2ാം ഘട്ടം ഏത് വർഷം മുതൽ ഏത് വർഷം വരെ എന്നതാണ് പറയേണ്ടത്. 1969 മുതൽ 1990 വരെ. വെരി ഗുഡ്. ടീം ഇക്ക് 3 മാർക്ക്. നെക്സ്റ്റ് ചോദ്യം ടീം ഡിയോടാണ്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. നെയിം ദ ഓൾഡസ്റ്റ് ബാങ്കിങ് സിസ്റ്റം വിച്ച് ഹാസ് മെനി ബ്രാഞ്ചസ്. ബാങ്കിങ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായ സംവിധാനം ഏതാണ്? കോർപ്പറേറ്റ് ബാങ്ക്സ്. ഉത്തരം തെറ്റാണ്. ചോദ്യം ടീം സിയിലേക്ക് പാസ് ചെയ്യുകയാണ്. വാണിജ്യ ബാങ്കുകൾ. വെരി ഗുഡ്, വാണിജ്യ ബാങ്കുകൾ. ടീം സിക്ക് 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം സിയോടാണ്. വാട്ട് ഈസ് ദ ഫെസിലിറ്റി അറേഞ്ച്ഡ് ദാറ്റ് ദി ബ്രാഞ്ചസ് ഓഫ് ഓൾ ബാങ്ക്സ് ആർ ബ്രോട്ട് അണ്ടർ എ സെൻട്രൽ സെർവർ സോ ദാറ്റ് ബാങ്കിങ് സർവീസസ് ഫ്രം വൺ ബാങ്ക് ടു അനദർ ഈസ് മേഡ് പോസിബിൾ? എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിന് കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാക്കുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള സൗകര്യത്തെ നമുക്ക് എന്ത് വിളിക്കാം? കോർ ബാങ്കിങ്. ടീം സി പറഞ്ഞ ആൻസർ കോർ ബാങ്കിങ് ശരിയാണ്. ടീം സിക്ക് 3 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. വിച്ച് ഈസ് ദ ബാങ്ക് ദാറ്റ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് എ certain specific sector? ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിനായി സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനത്തിന്റെ പേരെന്താ? സവിശേഷ ബാങ്കുകൾ. ആൻസർ ശരിയാണ്. ടീം ബിക്ക് 3 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. വാട്ട് ആർ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്? സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? Accept deposits from the public and sanction loans to the government and individuals. ടീം എ പറഞ്ഞ ആൻസർ തെറ്റാണ്. ചോദ്യം ടീം ഇയിലേക്ക് പാസ് ചെയ്യുന്നു. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. വെരി ഗുഡ്. ടീം ഇ പറഞ്ഞ ആൻസർ ശരിയാണ്. 2 മാർക്ക്. പ്രശ്നോത്തരിയിലെ 2 റൗണ്ട് പൂർണ്ണമായപ്പോൾ 2ാമത്തെ റൗണ്ടിൽ കിട്ടിയ മാർക്ക് ഇവിടെ അറിയിക്കുകയാണ്. ടീം എ 3 മാർക്ക്, ടീം ബി 3 മാർക്ക്, ടീം സി 10 മാർക്ക്, ടീം ഡി മാർക്കൊന്നും ഈ റൗണ്ടിൽ കിട്ടിയിട്ടില്ല. ടീം ഇ 10 മാർക്ക്. ഇനി നമുക്ക് 3ാം റൗണ്ടിലേക്ക് കടക്കാം. ഇതിൽ ചില നിബന്ധനകൾക്ക് മാറ്റമുണ്ട്. ഷോർട്ട് ആൻസർ ആണ്. നിങ്ങൾ കുറച്ചും കൂടി വിശദീകരിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ഇതിൽ മാർക്കിൽ വ്യത്യാസമുണ്ട്. നേരിട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് ടീം ഉത്തരം പറയുകയാണെങ്കിൽ 5 മാർക്കും പാസിങ്ങിലൂടെ ലഭിക്കുന്ന ചോദ്യത്തിന് ആൻസർ പറയുകയാണെങ്കിൽ ആ ടീമിന് 3 മാർക്ക് കിട്ടും. 3ാം റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ? പൊതു ചെലവുകളെ 2ആയി തിരിച്ചിരിക്കുന്നു. അവ ഏതൊക്കെ? Public expenditure can be classified as developmental expenditure and non-developmental expenditure. ആൻസർ ശരിയാണ്. ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. ടീം എക്ക് 5 മാർക്ക്. പൊതുചെലവുകളെ 2ആയി തിരിക്കാം. വികസന ചെലവുകൾ എന്നും
വികസനേതര ചെലവുകൾ എന്നും. റോഡ്, പാലം, തുറമുഖം തുടങ്ങിയവയൊക്കെ നിർമ്മിക്കുക, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, ഇതിനൊക്കെ സർക്കാരിന് ഒരുപാട് ചെലവുകളുണ്ട്. ഈ ചെലവുകളെ പറയുന്നതാണ് വികസന ചെലവുകൾ. വികസന ചെലവിൽ നിന്നും സർക്കാരിന് ഭാവിയിൽ വരുമാനം ലഭിക്കും. യുദ്ധം, പലിശ, പെൻഷൻ തുടങ്ങിയവയ്ക്കുള്ള ഗവൺമെന്റിന്റെ ചെലവുകളെ വികസനേതര ചെലവുകൾ എന്നറിയപ്പെടുന്നു. ഇങ്ങനെ പറയാൻ കാരണം ഈ ചെലവുകളിൽ നിന്നും ഭാവിയിൽ സർക്കാരിന് യാതൊരു വരുമാനവും ലഭിക്കുകയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സർചാർജ് ആൻഡ് സെസ്. സർചാർജും സെസ്സും തമ്മിലുള്ള വ്യത്യാസം എന്ത്? സെസ് എന്നാൽ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ചുമത്തുന്ന നികുതിയാണ് സെസ്. ഇത് ആ ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ ഗവൺമെൻറ് പിൻവലിക്കുന്നു. സർചാർജ് എന്നത് ചില പ്രത്യേകം നികുതികൾ ചുമത്തുന്നതാണ്. ഇത് നികുതിയുടെ ഒരു നിശ്ചിത ശതമാനമാണ് സർചാർജായി എടുക്കുന്നത്. ആൻസർ ശരിയാണ്. ടീം ബിക്ക് 5 മാർക്ക്. നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. ഒരു നിശ്ചിത കാലത്തേക്കാണ് സർചാർജ് ചുമത്തുന്നത്. സാധാരണ വരുമാന നികുതിയുടെയൊക്കെ ഒരു നിശ്ചിത ശതമാനം സർചാർജായിട്ട് ഈടാക്കുന്നുണ്ട്. മറ്റൊന്ന് സെസ് ആണ് അല്ലെ. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ്. ആവശ്യത്തിന് പണം ലഭ്യമായി കഴിഞ്ഞാൽ സെസ് നിർത്തലാക്കും. വ്യക്തിഗത ആദായ നികുതിയോടൊപ്പം ചുമത്തുന്ന വിദ്യാഭ്യാസ നികുതിയൊക്കെ സെസ്സിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം സി. വാട്ട് ഈസ് ഫിസ്ക്കൽ പോളിസി? ധനനയം എന്നാൽ എന്ത്? പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം. ആൻസർ ശരിയാണ്. ടീം സിക്ക് 5 മാർക്ക്. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് ധനനയം. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക, വിലക്കയറ്റം തടയുക, വില തകർച്ച തടയുക എന്നിവയാണ് ധനനയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഗവൺമെന്റ് നികുതി നിരക്ക് കൂട്ടിയും കുറച്ചുമാണ് ധനനയം പ്രാവർത്തികമാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഡിയോടാണ്. വാട്ട് ആർ ദ നോൺ ടാക്സ് റവന്യൂ സോഴ്സസ് ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യ ഗവൺമെന്റിന്റെ നികുതി ഇതര വരുമാന സ്രോതസ്സുകൾ ഏതെല്ലാം? നികുതി വരുമാനമുണ്ട്, നികുതി ഇതര വരുമാനമുണ്ട്. എന്റെ ചോദ്യം നികുതി ഇതര വരുമാന സ്രോതസ്സുകൾ ഏതെല്ലാം എന്നാണ്. ടീം ഡി ടീം ഇയിലേക്ക് പാസ് ചെയ്തിരിക്കുകയാണ്. ഫീസ്, ഫൈനുകളും പെനാൽറ്റികളും, ഗ്രാന്റ്, പലിശ, ലാഭം. വെരി ഗുഡ്. ഉത്തരം ശരിയാണ്. ടീം ഇക്ക് 3 മാർക്ക്. ഫീസ്, ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്, ഗ്രാൻസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്, ഇതാണ് ഉത്തരം. ചോദ്യം ടീം ഇയോടാണ്. വാട്ട് ആർ ദ റീസൺ ഫോർ ദി ഇൻക്രീസിംഗ് പബ്ലിക് ഡെപ്റ്റ് ഇൻ ഇന്ത്യ? ഓരോ വർഷം കഴിയുമ്പോഴും സർക്കാരിൻ്റെ കടം ഇങ്ങനെ വർദ്ധിച്ച് വരികയാണ്. ഇന്ത്യയിൽ പൊതുകടം വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം? ജനസംഖ്യാ വർധനവ്, പ്രതിരോധ ചെലവിന്റെ വർധനവ്, ക്ഷേമ പ്രവർത്തനം, വികസന പ്രവർത്തനം, നഗരവൽക്കരണം. ആൻസർ ശരിയാണ്. ടീം ഇക്ക് 5 മാർക്ക്. ഇൻക്രീസ്ഡ് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, പ്രതിരോധ രംഗത്തെ വർദ്ധിച്ച ചെലവ്, സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ്, സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, ജനസംഖ്യാ വർധനവ്, ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, വികസന പ്രവർത്തനങ്ങൾ, ഗതാഗത രംഗത്തെ പരിഷ്കാരങ്ങൾ. ഇങ്ങനെ ഓരോ വർഷവും സർക്കാരിന് ചെലവ് കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ പൊതു ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പൊതുകടം വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ കാരണം. വീണ്ടും ചോദ്യം ടീം ഇയോടാണ്. മെൻഷൻ ദ സിറ്റുവേഷൻസ് വെയർ കംപ്ലൈന്റ്സ് അബൌട്ട് ദ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് ക്യാൻ ബി ഫയൽഡ്. ഉപഭോക്തൃ തർക്കത്തിൽ പരാതി നൽകാവുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെ? ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ വിൽക്കുമ്പോൾ, മായം ചേർക്കൽ നിയമം ലംഘിക്കുമ്പോൾ, വിൽപ്പനക്കാരിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന സംതൃപ്തിയില്ലായ്മ. ഉത്തരം ശരിയാണ്. ടീം ഇക്ക് 5 മാർക്ക്. ചില വിട്ടുപോയ പോയിന്റുകൾ ഒന്ന് കൂട്ടിച്ചേർക്കാം. വെൻ ദ പർച്ചേസ്ഡ് പ്രോഡക്റ്റ് ഈസ് ഡാമേജ്ഡ് ഓർ ഡിഫക്റ്റീവ്. നമ്മൾ വാങ്ങിയ ഒരു സാധനം കേടുപാടുകൾ സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? പരാതി നൽകാം. അതുപോലെ തന്നെ നിയമാനുസൃതം നിർണ്ണയിക്കപ്പെട്ട വിലയുണ്ടാവും. MRP എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ മുകളിലുള്ള വില, അതിനേക്കാൾ കൂടുതൽ വില നമ്മളോട് വാങ്ങിയാൽ അവിടെയും നമുക്ക് പരാതി കൊടുക്കാം. പിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളൊക്കെ നൽകി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കേസുകളിലും പരാതി നൽകാം. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. വിച്ച് ആർ ദ വേരിയസ് സർക്കംസ്റ്റൻസസ് where the consumers can be exploited or cheated? ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുകയോ കബളിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? അഡൾട്ടറേഷൻ, മാനിപ്പുലേഷൻ ഇൻ പ്രഷർ ആൻഡ് വെയിറ്റ്, ചാർജിങ് എക്സ്ട്രാ എക്സ്പെൻസ് ഫോർ എ പ്രൊഡക്റ്റ്. ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 5 മാർക്ക്.
അവർ വിട്ടുപോയ 2 പോയിന്റ് കൂടി പറയാം. സെല്ലിംഗ് ലോ ക്വാളിറ്റി പ്രോഡക്ട്സ്, അതുപോലെ തന്നെ ചാർജിംഗ് എക്സസ് പ്രൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം സിയോടാണ്. വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് കൺസ്യൂമർ കോഡ്സ്? ഉപഭോക്തൃ കോടതികളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? നടപടിക്രമങ്ങൾ ലളിതമാണ്, അതിവേഗം നീതി നടപ്പാക്കുന്നു, വ്യവഹാര ചെലവ് കുറവ്. ഉത്തരം ശരിയാണ്. ടീം സിക്ക് 5 മാർക്ക്. പലപ്പോഴും നമ്മൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാലഘട്ടം കഴിഞ്ഞാലാണ് അതിന്റെ വിധി വരിക. പക്ഷേ ഉപഭോക്തൃ കോടതികളുടെ പ്രധാന സവിശേഷതയൊക്കെ നടപടിക്രമങ്ങൾ ലളിതമാണ്, അതിവേഗ നീതി ഉറപ്പാക്കും, വ്യവഹാര ചെലവ് വളരെ കുറവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോട്. വാട്ട് ആർ ദ കോമ്പൻസേഷൻ ഫോർ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് ഒബ്റ്റൈൻഡ് ത്രൂ കൺസ്യൂമർ കോഡ്സ്? ഉപഭോക്തൃ തർക്കങ്ങളിൽ കോടതികൾ വഴി ലഭിക്കുന്ന പരിഹാരങ്ങൾ എന്തെല്ലാമാണ്? പകരം സാധനം നൽകൽ, നഷ്ടപരിഹാരം നൽകൽ, വ്യവഹാര നടപടികളിലെ ഹാനികരമായ സാധനങ്ങളും സേവനങ്ങളും നിരോധിക്കൽ. ഉത്തരം ശരിയാണ്. 5 മാർക്ക്. പകരം സാധനങ്ങൾ നൽകൽ, നൽകിയ പണം അധികമായി ഈടാക്കിയ പണം തിരിച്ചു നൽകൽ, നഷ്ടം നികത്താനുള്ള തുക ലഭ്യമാക്കൽ, സേവനത്തിലെ കോട്ടങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശം നൽകൽ. അതുപോലെ തന്നെ ദോഷകരമായിട്ടുള്ള വ്യാപാര നടപടികൾ നിർത്തലാക്കൽ, പരാതി ചെലവ് ലഭ്യമാക്കൽ, ഇങ്ങനെയുള്ള ഒരുപാട് പരിഹാര മാർഗങ്ങൾ നമുക്ക് ഉപഭോക്തൃ കോടതിയിൽ നിന്നും ലഭ്യമാകുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് കൺസ്യൂമേഴ്സ് ആർ എംപവേർഡ് ത്രൂ കൺസ്യൂമർ എഡ്യൂക്കേഷൻ? ഉപഭോക്തൃ വിദ്യാഭ്യാസം ഏതെല്ലാം വിധത്തിലാണ് ഉപഭോക്താവിനെ ശാക്തീകരിക്കുന്നത്? Enables the consumers to make the right choice, make the consumers aware about their rights, enable the consumers to take part in consumer dispute cases. ഉത്തരം ശരിയാണ്. ടീം എക്ക് 5 മാർക്ക്. ടീം എ വിട്ടുപോയ ചില പോയിന്റ്സുകൾ കൂട്ടിച്ചേർക്കാം. ആവശ്യങ്ങൾ കൃത്യമായി നിജപ്പെടുത്തി ഉപഭോഗം നടത്താൻ തയ്യാറാവുന്നു. ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും സംബന്ധിച്ച അറിവ് നേടാൻ സന്നദ്ധരാകുന്നു. ഉപഭോക്തൃ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ശേഷി നേടുന്നു. പ്രശ്നോത്തരിയിലെ 3 റൗണ്ടുകൾ പൂർത്തിയായിരിക്കുകയാണ്. 3-ാം റൗണ്ടിൽ കിട്ടിയ പോയിന്റുകൾ ഒന്ന് പരിശോധിക്കാം. ടീം എ 10 പോയിന്റ്, ടീം ബി 10 പോയിന്റ്, ടീം സി 10 പോയിന്റ്, ടീം ഡി 5 പോയിന്റ്, ടീം ഇ 13 പോയിന്റ്. റേഡിയോ ടീച്ചർ ജിയോഗ്രഫി പ്രശ്നോത്തരി 2ാം ഭാഗം നാളെ ഇതേ സമയം. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ.